UDF-നെ കുറിച്ച് ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം കൂടുതൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ് തുടങ്ങിയവയൊക്കെയാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള നറേറ്റീവൊക്കെ വരുമ്പോൾ അതിൽ കോൺഗ്രസ് എടുക്കുന്ന പൊസിഷൻ എന്താണ്? കോൺഗ്രസ്സിന് വളരെ വ്യക്തമായ മതേതര നിലപാടുകളെ നമ്മളെടുക്കും, അതിനകത്തൊരു സംശയവും വേണ്ട. നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് യാത്ര തുടങ്ങിയ അന്ന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. അതിനടുത്ത ദിവസമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിപക്ഷ നേതാവ് യാത്ര തുടങ്ങി അതേ കാസർഗോഡ് വെച്ച് അവരുടെ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നത്. എല്ലാ വോട്ടും വേണം, പക്ഷേ അവരെ എൻഡോഴ്സ് ചെയ്യണോ, അവർക്ക് താമ്രപത്രം കൊടുക്കണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ഉമായിട്ട് ഒരടുത്ത ബന്ധമൊന്നുമില്ല. ഞങ്ങളങ്ങനെ മുന്നണിക്കകത്ത് ചേർത്തിട്ടില്ല, മുന്നണിയുടെ അസോസിയേറ്റ് മെമ്പറാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ അവർ വോട്ട് ചെയ്യുന്നെങ്കിൽ വോട്ട് ചെയ്യട്ടെ എന്നുള്ളതിനപ്പുറം ഒരു ബന്ധം ഞാൻ അതിനെ കാണുന്നില്ല. അങ്ങ് KPC പ്രസിഡന്റ് ആയിരിക്കുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. 2011 അന്ന് ജമാഅത്തെ ഇസ്ലാമി LDF അനുകൂല സമീപനമാണ് സ്വീകരിച്ചത്. അന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും പിണറായി വിജയനും, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അന്ന് KPC പ്രസിഡന്റായിരുന്ന അങ്ങ് അതിനെ വിമർശിച്ച് നടത്തിയ പ്രസ്താവന, അതിന് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള മറുപടി, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അന്ന് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധമുണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ CPM ഒരു ബന്ധമുണ്ടാക്കുന്നതിനെ എതിർത്തിട്ട് ഇന്നിപ്പോൾ അത് ഓക്കെ ആണെന്ന് പറയുമ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ അതിലൊരു വൈരുദ്ധ്യം ഫീൽ ചെയ്യില്ല. അല്ല, ഞങ്ങളിപ്പം അതുമായിട്ട് യാതൊരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെന്ത് കൂട്ടുകെട്ടും ഉണ്ടാക്കി? ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയില്ല. പഞ്ചായത്തിലോട്ട് പോകുന്നത് എവിടെയും കൂട്ടുകെട്ടും ഉണ്ടാക്കിയോ? അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല.